കുരിശിലേറിയവനെ, പീഡന നാളിൽ അങ്ങ് അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ എൻ്റെ ഈ വേദനകൾ എത്രയോ രസം. എങ്കിലും അവിടുത്തെ ഇഷ്ടങ്ങൾ നിറവേറട്ടെ. അങ്ങനെ ഏൽപ്പിച്ച ജോലികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അതിനുള്ള ശക്തിയും ആരോഗ്യവും എനിക്ക് നൽകണം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേക്ക് സ്തുതി. നീ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം എൻ്റെ മുറിവുകൾ നിന്റെ നാവ് കൊണ്ട് നക്കി തുറക്കുകയും എന്നെ സംരക്ഷിക്കുകയും ചെയ്യും. നീ എന്നും എൻ്റെ സഹപാഠിയായിരിക്കും. എന്നോടൊപ്പം എന്നും നീ ഉണ്ടായിരിക്കും. ഈ കാട് മുഴുവൻ നടന്ന് കഷ്ടപ്പെട്ടതല്ലാതെ ഒരു ശത്രുവിനെ പോലും കണ്ടില്ല. ശത്രുരാജ്യങ്ങളിൽ പലരും ഈ കാട്ടിൽ ഒളിച്ചു താമസിക്കുന്നു എന്നല്ലേ രാജഗുരു പറഞ്ഞത്? അയാൾക്ക് വട്ട. എനിക്കിനി നടക്കാൻ വയ്യ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. എഴുന്നേൽക്ക്, നമുക്ക് ഈ ഗുഹയിലൊന്ന് നോക്കിയാലോ? താൻ ചെന്ന് നോക്ക്, വല്ല കടുവയോ പുലിയോ കാണും. ചാരന്മാരെ അന്വേഷിച്ചു വന്ന് പുലിയുടെ വായിൽ പെടണ്ട. നമുക്ക് തിരികെ പോകാം. നാളെയല്ലേ റോക്കിയുടെ പിറന്നാളാഘോഷം. എല്ലാ വർഷവും റോക്കിയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ ആവും. ശരിയാ, എത്രയോ വർഷമായി സന്യാസ സഭയിൽ ചേർന്ന് തീർത്ഥാടനത്തിന് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട്. കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ കണ്ണിലുണ്ടിയായിരുന്നു. പാവപ്പെട്ടവർക്ക് ഇഷ്ടതോഴൻ. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് ദാനമായി നൽകിയത്. നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ പോകാം. ഇവിടെ ഒരു ചാരന്മാരുമില്ല. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു പുലി പട്ടിയെ പിടിച്ച ഗുഹയിൽ കയറിയിട്ടുണ്ടാവും. എന്നാൽ സൂക്ഷിക്കണം. ആരാ? നിങ്ങൾക്ക് എന്ത് വേണം? കൊള്ളാം. എന്ത് വേണമെന്നോ? ഈ രാജ്യം ഒറ്റിക്കൊടുക്കാൻ വന്ന ചാരൻ. എന്നെ തൊട്ടുപോകരുത്. ഞാൻ ആരുടെയും ചാരൻ. ഇവൻ ഏതോ ശത്രുരാജ്യത്തിൽ നിന്നും വന്ന ഒറ്റുകാരൻ തന്നെ. സന്യാസിയെ പോലെ വേഷം ധരിച്ച് ഗുഹയിൽ ഒളിച്ചു താമസിക്കുന്നു. നമുക്ക് ഇവരെ പിടിച്ച് കൊട്ടാരത്തെത്തിക്കണം. സഹോദരന്മാരെ, ഞാനൊരു രാജ്യവും ഒറ്റുകൊടുക്കാൻ വന്നവനല്ല. ഒരു വഴിയാത്രക്കാരൻ. സുഖമില്ലാതെ വന്നപ്പോൾ ഇവിടെ താമസിച്ചത് മാത്രം. ഇവൻ പറയുന്നത് കളവാണ്. പിടിച്ചു കെട്ടവനെ. നിങ്ങൾ എന്നെ ബന്ധിക്കണമെന്നില്ല. നിങ്ങളോടൊപ്പം എവിടെ വരുവാനും ഞാൻ തയ്യാറാണ്. ലോകരക്ഷകനായ ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ.